എന്ന് തന്നെ പറയണം. എവിടെയാ ചിത്രത്തിൽ എവിടെയാ ചിത്രത്തിൽ പാലക്കാട് വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞ BJP എവിടെ? മുകളിൽ കാണുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ട ചേലക്കര, UDF-ന്റെ കോട്ട പാലക്കാട്, വയനാടും വിട്ടുകൊടുത്തിട്ടില്ല. എവിടെയും കൃത്യമായിട്ടുള്ള സാന്നിധ്യം. ആ വോട്ട് അതേപടി നിർത്തി. 12,451 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 12,451 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. അത് വലിയൊരു ഭൂരിപക്ഷമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ചത് ഷാഫി അല്ല രാഹുൽ എന്നും ഷാഫിയുടെ കരിസ്മ രാഹുൽ ഇല്ല എന്ന് പറയുമ്പോഴും ഷാഫി പറമ്പിന്റെ പൂർണ്ണ സാന്നിധ്യം പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശൻ പൂർണ്ണമായും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരുന്നു. കോൺഗ്രസിന്റെ UDF-ന്റെ പ്രസ്റ്റീജ് പോരാട്ടമായി പാലക്കാട്ട് മാറിയിരുന്നു. അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ നടത്തിയ പ്രത്യേക സംവിധാനങ്ങൾ, അത് വലിയ തോതിലാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് MLA ആകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പാലക്കാട് മുരളീധരന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അപർണ, പാലക്കാട് വിജയത്തിനൊപ്പം UDF നൽകിയത് ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് K. മുരളീധരൻ പറയുന്നു. വോട്ടായി മാറണമെന്നില്ല, ഭരണവിരുദ്ധ വികാരം എല്ലാ കാലത്തും വോട്ടായി മാറണമെന്നില്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ചേലക്കര ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. എല്ലാ സന്തോഷത്തിനിടയിലും K. മുരളീധരന്റെ ഒരു കൊട്ട് അതിനിടയിൽ വരികയാണ്. പൂർണ്ണമായും ക്രെഡിറ്റ് നേതൃത്വത്തിന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ ആ തരത്തിൽ പ്രതിഫലിപ്പിക്കാൻ UDF-ന് കോൺഗ്രസിനായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മുരളീധരൻ. സ്വാഭാവികമായും ഇത്തരം പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കണം. പാലക്കാട് കൂടി തോറ്റിരുന്നെങ്കിൽ മുരളി എന്ത് പറഞ്ഞേനെ എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ പാലക്കാട്ട് ഈ വിജയം വന്നതുകൊണ്ട് നമുക്കറിയാം സന്ദീപ് വാര്യർ വന്നപ്പോൾ ആദ്യം പരസ്യമായി പ്രതികരിച്ച നേതാവ് കൂടി മുരളീധരനാണ്. അത് പക്ഷേ പിന്നീട് അദ്ദേഹം തണുത്തു എങ്കിൽ പോലും അവിടെ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുരളീധരന്റെ വാക്കുകൾക്ക് ഒരു തടസ്സമുണ്ടാകും. തുറന്നു പറയുന്ന സന്ദീപ് വാര്യർ വന്നുകൊണ്ട് വോട്ടൊന്നും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, അതായത് UDF-ന് വോട്ട് കിട്ടിയെന്നല്ല, വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾ കോൺഗ്രസിൽ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. K. മുരളീധരന്റെ പ്രതികരണം, K. മുരളീധരന്റെ വാക്കുകൾ അടിവരയിട്ട് വായിക്കണം. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. സ്വാഭാവികം ഇത്തരം വലിയ സന്തോഷത്തിലും ഇത്തരം തുറന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കോൺഗ്രസിൽ കാണും. കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ്. UDF ഇത്രയും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ, അതായത് അല്പം മുൻപ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട്, UDF-ലേക്ക് വന്നതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് അല്പം മുൻപ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. K. മുരളീധരൻ പറയുന്നു കോൺഗ്രസിലേക്ക് ഒരാൾ എത്തി എന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സന്ദീപ് വന്നതുകൊണ്ട് വോട്ടൊന്നും കോൺഗ്രസ് നഷ്ടപ്പെട്ടില്ല. സന്ദീപ് ഒരാൾ കോൺഗ്രസിൽ എന്ന് മാത്രം, അതായത് കോൺഗ്രസിൽ അപർണ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടിട്ടില്ല, നേടിയിട്ടുമില്ല എന്നായിരിക്കും ഒരു പക്ഷേ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. ഏതായാലും 12,451 എന്ന ഭൂരിപക്ഷം പാലക്കാട്ട് എല്ലാവരും കാത്തിരുന്ന മത്സര ഫലമാണ് പാലക്കാട്ടേക്ക് അതവിടെ അവർ നേടിയിരിക്കുന്നു. BJP അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ചേർത്ത് വായിക്കണം. ഒപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 12,451 ഇതാ എത്തുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകണം. സന്ദീപ് വാര്യരുടെ വരവ് ഏത് തരത്തിലുള്ള ഗുണമായി എന്നൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 12,451 വോട്ടുകൾക്ക് ഏതാണ്ട് വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. സസ്പെൻസുമില്ല, ഇനി ഒന്നും അറിയാനുമില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്, വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ, ചേലക്കരയിലും പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ചേലക്കര ആധിപത്യം പുലർത്തിയിരിക്കുന്നു. അപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ, വയനാട്ടിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, എന്തുകൊണ്ട് മറ്റ് രണ്ട് മുന്നണികളും നില മെച്ചപ്പെടുത്തിയില്ല? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരം അവിടെ വോട്ടായി മാറിയോ? മുനമ്പം സമരത്തിനെ തുടർന്ന് വയനാട്ടിലും ക്രൈസ്തവ സഭകളുടെ പിന്തുണ നേടാം എന്നുള്ള പ്രതീക്ഷ അത് NDA-ക്ക് ഒരു വോട്ട് പോലും നേടിക്കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം വയനാട്ടിൽ നിന്ന് പാലക്കാട് വലിയ ചോദ്യമാണ് വരിക. പാലക്കാട് ഉയർന്നത് വലിയ ചോദ്യം. ഇടതുപക്ഷത്തേക്ക് പീസറിനെ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തോ? BJP-ക്ക് അകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ, സന്ദീപ് വാര്യർ UDF-ലേക്ക് വന്നത്, അത് BJP-ക്ക് ദോഷം ചെയ്തോ? BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? ആ വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളത് ചേലക്കരയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതേയില്ല. എവിടെയും രമ്യ ഹരിദാസിന് ഒരു തരി പോലും മുന്നോട്ട് കടക്കാനായില്ല. അപ്പോൾ എവിടെയായിരുന്നു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം? 3 തെരഞ്ഞെടുപ്പുകളും
ചോദ്യം ഉയർത്തുന്നുണ്ട്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ് എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ചർച്ച നടന്നിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് 12,451 വോട്ടിന്റെ ഭൂരിപക്ഷം ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുന്ന പശ്ചാത്തലമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 2,98,362, അതായത് 3 ലക്ഷം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ 3,11,420 ലക്ഷം പിന്നാലെ 3,18,420 പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തുന്നു. 3 ലക്ഷം കടന്നു, 5 ലക്ഷത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പറയാം, UDF-ന് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല, കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല, വയനാട്ടിൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമോ എന്നുള്ളതാണ്. 3,18,420 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇതിനകം നേടിയിരിക്കുന്നത്. നമ്മൾ കാണാതെ പോയ ഒരു കാര്യം കെ മുരളീധരൻ ഇനിയും പറഞ്ഞിട്ടുണ്ട്. പരസ്യ വിവാദവും ട്രോളി വിവാദവും ഉണ്ടായിരുന്നില്ലെങ്കിൽ LDF 2ാം സ്ഥാനത്ത് എത്തിയേനെന്ന്. കണ്ടോ, കെ മുരളീധരൻ അപ്പോഴും പറയുന്നു UDF-ന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത് മുന്നറിയിപ്പാണെന്ന് പറയുന്ന ആദ്യ നേതാവ്, KPCC-യിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു UDF-ന് കിട്ടിയത് മുന്നറിയിപ്പാണെന്ന് ചേലക്കരയിൽ. തീർച്ചയായും അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും നേതൃത്വത്തിനെതിരെ സംസാരിക്കുകയും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പറയാതെ പറയുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇത് പൂർണ്ണമായും ചിരിക്കേണ്ട ചില മുന്നറിയിപ്പുകളുണ്ട്, ആ മുന്നറിയിപ്പുകൾ കൂടി ചേർത്ത് വെച്ച് വേണം പാർട്ടി ഇനി മുന്നോട്ട് നീങ്ങാൻ എന്ന് പറഞ്ഞു വെക്കുന്നത് കെ മുരളീധരനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവാണ് എന്ന് കൂടി ചേർത്ത് വെക്കണം. എന്തായാലും 12,451 നിൽക്കുകയാണ്. ട്രോളി തലയിൽ വെച്ച് UDF പ്രവർത്തകരുടെ ആഹ്ലാദ നൃത്തം ട്രോളി തിരിച്ചടിച്ചു, ഒരു സംശയമില്ല. കെ സുധാകരൻ പറഞ്ഞത്, സുധാകരന്റെ നാക്ക് പൊന്നായി, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്തു. ആ ട്രോളി വിവാദം ഇല്ലായിരുന്നെങ്കിലോ, അനാവശ്യമായിട്ടുള്ള ആ പാതിരാ റെയ്ഡ് നാടകമില്ലായിരുന്നെങ്കിലോ, അതുകൂടി കെ മുരളീധരൻ പറയുന്നു LDF-ന് വോട്ട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ എവിടെയും എത്തിയില്ല. ഇതുവരെ കേൾക്കാത്ത ഒരു കള്ളപ്പണ ആരോപണം കേരളത്തിലെ രാഷ്ട്രീയ പ്രചാരണത്തിനിടയിൽ കേൾക്കാത്ത ഒരു കള്ള ആരോപണം. പോലീസ് എത്തുന്നു, ഇത്തരത്തിലുള്ള നാടകങ്ങൾ. ഇതാർക്ക് ഗുണം ചെയ്തു? ഗുണം ചെയ്തത് UDF-നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ CPM-ൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എൻ കൃഷ്ണദാസ് അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതും ഫോക്കസ് ചെയ്യുമെന്ന് LDF-ന്റെ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുക. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഇടതുപക്ഷത്തിനും പാലക്കാട് പറയാനുണ്ടാകും. ഇതാര് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം? ഈ ട്രോളി വിവാദം UDF-ന് ഗുണമായെങ്കിൽ ഈ ദോഷം ഉണ്ടാക്കിയത് ആരാണ്? ഈ ദോഷം എങ്ങനെയാണ് ഇടതുപക്ഷത്തിനുണ്ടായത്? എങ്ങനെയാ വോട്ട് നഷ്ടപ്പെട്ടു? പൂർണ്ണമായും നിരാശനാണ്. കാരണം 2ാം സ്ഥാനത്തെങ്കിലും എത്തുക, ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്നുള്ള സരിന്റെ അവകാശവാദം, അല്ലെങ്കിൽ സരിനെ കൊണ്ടുവന്നതിലൂടെ CPM നടത്തിയ ഒരു വലിയ സ്ട്രൈക്ക്, ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി സരിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതോടുകൂടി വലിയ മാറ്റം പാലക്കാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പാർട്ടിക്ക്. പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ 12,810 രാഹുലിന്റെ ഭൂരിപക്ഷം ഉയരുന്നു. 12,810 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 12,810, അതെ, 12,810 എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം. അത് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയാണ്.